മുക്കത്ത് ഹോട്ടൽ ജീവനക്കാരി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ 2 പ്രതികൾ കൂടി കീഴടങ്ങി. ഹോട്ടൽ ജീവനക്കാരായ റിയാസ്, സുരേഷ് എന്നിവർ ആണ് താമരശ്ശേരി കോടതിയിൽ കീഴടങ്ങിയത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, നേരത്തെ ഹോട്ടൽ ഉടമയെ പിടികൂടിയിരുന്നു. മറ്റ് 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയായിരുന്നു. ഇതിനിടയിലാണല്ലോ ഇപ്പോൾ 2 പ്രതികൾ കീഴടങ്ങിയിട്ടുള്ളത്. എന്താണ് വിവരങ്ങൾ? സങ്കേതം ഹോട്ടലിന്റെ ഉടമയായ ദേവദാസിനെ കുന്നംകുളത്ത് വെച്ച് പിടികൂടുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് ഈ പ്രതികളെ കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ, പ്രതികൾ എവിടെയാണ് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പിന്നീട് പ്രതികളെ ഇന്നലെ രാത്രിയിലും പിടികൂടാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് ഇന്ന് രാവിലെ പ്രതികൾ നാടകീയമായി താമരശ്ശേരി കോടതിയിൽ എത്തി കീഴടങ്ങുന്നത്. ഇന്നലെയും കോടതിയിൽ കീഴടങ്ങും എന്ന ചില സൂചനകൾ ഉണ്ടെങ്കിലും പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തേക്കും എന്ന വിവരങ്ങൾ തന്നെയാണ് ലഭ്യമായത്. എന്നാൽ രാവിലെ ഇപ്പോൾ കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. ഇന്നലെ ദേവദാസിനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തിരുന്നു. അതേ കുറ്റങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ റിയാസ്, സുരേഷ് എന്നീ പ്രതികൾക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. അവരെയും വൈകാതെ പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം പിന്നീട് റിമാൻഡ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം ഈ മറ്റു ചില വകുപ്പുകൾ കൂടി പ്രതികൾക്കെതിരെ ചുമത്തുന്നതിനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. യുവതിയുടെ രഹസ്യമൊഴി നിലവിൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രഹസ്യമൊഴി കൂടി പരിശോധിച്ച ശേഷമാവും കൂടുതൽ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ഉൾപ്പെടുത്തുക. മുക്കത്ത് ഹോട്ടൽ ജീവനക്കാരിക്ക് നേരെ പീഡന ശ്രമമുണ്ടായ സംഭവത്തിലാണ് ഇപ്പോൾ 2 പേർ കൂടി കീഴടങ്ങിയിട്ടുള്ളത്. നേരത്തെ ഹോട്ടലിന്റെ ഉടമയെ പിടികൂടുകയും തെളിവെടുപ്പടക്കം നടത്തുകയും ചെയ്ത പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. 2 പേർ, ഇപ്പോൾ ഹോട്ടൽ ജീവനക്കാരായ 2 പേർ ആണ് കീഴടങ്ങിയത്. ഇടുക്കി മറയൂരിൽ കാട്ടാനയാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ചമ്പക്കാട്ടിൽ ബിമൽ ആണ് മരിച്ചത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് സംഭവമുണ്ടായത്. ഫയർ ലൈൻ ഇടാൻ പോകവേ ആയിരുന്നു ആക്രമണം. ഇക്കോ ഡെവലപ്മെന്റ് പ്രവർത്തകൻ ആണ് വിമലൻ. പ്രിൻസ് ജെയിംസ് ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രിൻസ്, എപ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇന്നു രാവിലെ 8 മണിക്കും 8:30യോടും അടുത്താണ് ഇടയിലാണ് ഈ ആക്രമണം നടന്നതായാണ് നമുക്കറിയാൻ കഴിയുന്നത്. വിമലൻ ഉൾപ്പെടെ 9 പേരാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ സങ്കേതത്തിലെ പാമ്പാർ നദിക്ക് സമീപമുള്ള മേഖലയിലേക്ക് ഫയർലൈൻ തെളിക്കാനായി പോയത്. ഇവിടെ ടൂറിസം ആക്ടിവിറ്റികളൊക്കെ നടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഫയർലൈൻ തെളിക്കാനായി പോയത്. 2 സ്ത്രീകളടക്കമുള്ള സംഘമായിരുന്നു പോയത്. ഇതിന് ഏറ്റവും പുറകിലായിരുന്നു വിമലൻ ഉണ്ടായിരുന്നത്. ഈ ഒരു കള്ളിക്കാട് എന്നൊരു പ്രദേശത്തേക്ക് എത്തിയപ്പോഴേക്കും ആനയുടെ ആക്രമണം ഉണ്ടായി എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏറ്റവും പുറകിലായിരുന്ന വിമലനെ ആന ആക്രമിക്കുകയായിരുന്നു. ആന ഈ മേഖലയിൽ ഉണ്ടായിരുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ആന തുമ്പിക്കൈ ഉപയോഗിച്ച് വിമലനെ ചുറ്റുവരികയും എറിയുകയുമായിരുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തുടർന്ന് ആന ഈ പ്രദേശത്ത് അല്പം മാറി നിന്നു. ഈ സമയത്ത് തന്നെ ഈ ഒപ്പമുണ്ടായിരുന്നവരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് വനംവകുപ്പിന്റെ വാഹനത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഈ മേഖലയെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ഒരു വ്യക്തി കൂടിയാണ് വിമലൻ. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളാണ്. വനംവകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ഭാഗമായി വനം മേഖലയിലൊക്കെ സ്ഥിരമായി പോകുന്ന ഒരാൾ കൂടിയാണ് വിമലൻ. എന്തായാലും ഇന്ന് പുലർച്ചെ രാവിലെ 8:30യോടെയാണ് സംഭവം നടക്കുന്നത്. അദ്ദേഹം മറയൂരിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തുടർന്ന് പോലീസ്. പ്രിൻസ് സൂചിപ്പിക്കുന്ന പോലെ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വനത്തെക്കുറിച്ച്, അവിടുത്തെ വന്യജീവികളെ കുറിച്ച്, കാട്ടാനയെ കുറിച്ചൊക്കെ കൃത്യമായി അറിയാവുന്ന ആൾ കൂടിയായിരുന്നു. എന്നിട്ടും ഈ അപകടം എങ്ങനെ എന്നുള്ളതാണല്ലോ. അഭിലാഷ്, തീർച്ചയായും മേഖലയിൽ നടക്കുന്ന വനം വകുപ്പിന്റെ വിവിധ പദ്ധതികൾക്ക് ഈ ഗോത്ര സമൂഹത്തിന്റെ പിന്തുണ ഈ മേഖലയിലുണ്ട്. പ്രത്യേകിച്ചും മറയൂരിലെ ചന്ദനക്കാടുകൾ അടക്കമുള്ള മേഖലകളിലുള്ള വിവിധ ചന്ദനക്കാടിന്റെ പ്രൊട്ടക്ഷൻ അടക്കമുള്ള പരിപാടികൾക്കായി ഗോത്ര ജനതയെ സമീപിക്കാറുണ്ട്. അവരുടെ സഹായം ലഭ്യമാക്കാറുണ്ട്. ഒപ്പം ചിന്നാറിലെ വനമേഖലയിലെ സംരക്ഷണത്തിനായും ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സഹായമുണ്ട്, സഹകരണമുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ ഇന്നും ഈ നടപടികൾക്കായി വനംവകുപ്പിൽ നിർദ്ദേശപ്രകാരം 9 പേരടങ്ങുന്ന സംഘം ഇവിടേക്ക് പോയത്. എന്നാൽ ഈ മേഖലയിലേക്ക് എത്തിയ ഇവരെത്തുമ്പോഴേക്കും ആന ഈ പ്രദേശത്തുണ്ടായിരുന്നു. ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഈ പ്രദേശത്ത് ഒളിച്ചു നിൽക്കുകയായിരുന്നു ആന. ഈ സംഘത്തിലെ ഏറ്റവും പിന്നിലായാണ് വിമലൻ പോയത്. മറ്റുള്ളവർ മുമ്പോട്ട് പോയ സമയത്ത് ആക്രമണം ഉണ്ടാകുകയായിരുന്നു. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചു. ഉടൻ തന്നെ മറയൂരിലെ ആശുപത്രിയിലേക്ക് എത്താൻ സാധിച്ചെങ്കിൽ പോലും മരണം സംഭവിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും മറയൂർ മേഖലയിൽ മുന്നും നിരവധി കാട്ടാനാക്രമണങ്ങളും മരണങ്ങളും ഒക്കെ ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയുണ്ട്. ഇപ്പോൾ കാട്ടിനുള്ളിൽ വെച്ചാണ് ഇത്തരത്തിൽ അപകടം നടന്നതെങ്കിൽ പോലും ജനവാസ മേഖലയിലേക്ക് മറയൂരിലും കാന്തല്ലൂരിലും ചിന്നാറിലും ഒക്കെ ജനവാസ മേഖലയിലേക്കും കാർഷിക മേഖലയിലേക്കൊക്കെ കാട്ടാനകൾ എത്തുന്ന ഒരു സാഹചര്യവും കൂടി നിലവിലുണ്ട്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് പ്രിൻസ് നൽകിയത്.
ഇടുക്കി മറയൂരിൽ ആയിരുന്നു കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത്. ചമ്പക്കാട്ടിൽ വിമലൻ ആണ് ഈ ആക്രമണത്തിൽ മരണപ്പെട്ടത്. അതേസമയം കാട്ടാന ഭീതി നിറഞ്ഞിരിക്കുകയാണ് മലപ്പുറം വെറ്റിലപ്പാറ കൂരങ്കല്ല് മേഖലയിൽ. ദിവസങ്ങൾക്ക് മുമ്പ് കിണറ്റിൽ വീണ കാട്ടാനയെ കാട്ടിൽ കയറ്റി വിട്ടതിന് ശേഷം കുറച്ചു ദിവസം മേഖല ശാന്തമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കാടിറങ്ങിയ കാട്ടാനക്കൂട്ടം വൻതോതിലാണ് മേഖലയിൽ നാശനഷ്ടങ്ങൾ വിതച്ചത്. ഇത് കൊടുങ്കാറ്റ് നശിപ്പിച്ചതിന്റെ കാഴ്ചകളല്ല, കാട്ടാനക്കൂട്ടം മേഞ്ഞതിന്റെ അവശിഷ്ടങ്ങളാണ്. ചോര വിയർപ്പാക്കി കർഷകർ അധ്വാനിച്ചതാണ് ഇങ്ങനെ ചതഞ്ഞരഞ്ഞു കിടക്കുന്നത്. 10 ദിവസങ്ങൾക്ക് മുൻപാണ് വെറ്റിലപ്പാറ ഓടക്കയം കൂരങ്കല്ലിൽ കാട്ടാന കിണറ്റിൽ വീണത്. ഇതിനുശേഷം കുങ്കിയാനകളെ എത്തിച്ച് പ്രദേശത്ത് പൂർണ്ണമായും പരിശോധന നടത്തുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ ക്യാമ്പ് ചെയ്ത് നൈറ്റ് പട്രോളിംഗ് ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു. ഇതോടെ ആനകൾ നാട്ടിലിറങ്ങാതായി. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരിച്ചു പോവുകയും കുങ്കിയാനകളെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ജെയിംസ് കീമറ്റത്തലിന്റെ കൃഷിയിടം ആനകൾ നശിപ്പിച്ചത്. ആന കിണറ്റിൽ വീണ സ്ഥലത്തു നിന്നും 100 മീറ്റർ മാത്രം മാറിയാണ് കഴിഞ്ഞ ദിവസം ആനകൾ എത്തിയത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഫെൻസിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ എസ്റ്റിമേറ്റ് പൂർത്തിയായി കഴിഞ്ഞു. ഈ മാസം തന്നെ ടെൻഡർ നടപടിയിലേക്ക് കടക്കുമെന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരു 5 ആനകൾ എത്തി. ഈ ആന കിണറിൽ വീണതിൻ്റെ സമീപത്ത് തന്നെ ഒരു 100 മീറ്റർ വ്യത്യാസത്തിൽ വ്യാപകമായിട്ടുള്ള കൃഷിനാശം വരുത്തിയിരിക്കുകയാണ്. നിലവിൽ കാട്ടാനക്കൂട്ടം വനാതിർത്തിയിൽ തമ്പടിച്ചിരിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ആനകളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കുങ്കിയാനകളെ വീണ്ടും എത്തിച്ച് ആനകളെ ഉൾക്കാട്ടിലേക്ക് കടത്തിവിടാനുള്ള സംവിധാനം ഒരുക്കണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഒപ്പം വാഗ്ദാനം ചെയ്ത ഫെൻസിംഗ് അടക്കമുള്ള പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള നടപടികൾ വേഗം പൂർത്തീകരിക്കണമെന്നും ഇവർ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് 18 മലപ്പുറം.